എന്താ എന്താ എൻ്റെ കുഞ്ഞാപ്പു പറഞ്ഞേ? ആൽഫി അവനെ നെഞ്ചോരം ചേർത്തുകൊണ്ട് ചോദിച്ചു. അവൻ്റെ കണ്ണൊക്കെ തുളുമ്പി ഒഴുകി കുഞ്ഞാപ്പുവിൻ്റെ മുഖത്ത് വീണു. അല്ലിയാവട്ടെ വായ പൊത്തിപ്പിടിച്ച് ശബ്ദമടക്കി. കരയല്ലേ അപ്പായി, കരയല്ലേ. അമ്മ, എനിക്ക് സങ്കടമൊന്നുമില്ല. കുഞ്ഞാപ്പുവിനെ അറിയാമല്ലോ, നിങ്ങളുടെ ജീവനാണ് ഞാനെന്ന്. ഇരുവരുടെയും കണ്ണുനീര് തുടച്ചു കൊടുത്ത് സ്വയം കണ്ണു തുടച്ചുകൊണ്ടും ആ കുഞ്ഞു പറഞ്ഞു. നീ നീ എങ്ങനെ അറിഞ്ഞു മോനെ? ആരാ നിന്നോട് ഇത് പറഞ്ഞത്? അത് അത് ആരോ സംസാരിച്ചത് ഞാൻ കേട്ടതാണ് അപ്പായി. ആൽഫിയെ ചുറ്റിപ്പിടിച്ചിരുന്നു കൊണ്ട് അവൻ മെല്ലെ പറഞ്ഞു. അങ്ങനെ കേൾക്കാൻ ഭാഗത്തിന് ആരാണത് പറഞ്ഞത്? കുഞ്ഞാപ്പുവിനെ അറിയാം അത് ആരാണ് എന്ന്. അപ്പായിയോട് പറയടാ. അവൻ്റെ നെറുകയിൽ മുഖം ചേർത്ത് വെച്ചവൻ കെഞ്ചി. വേണ്ട എൻ്റെ അപ്പായി, അതറിയണ്ട. അവനത് പറയാൻ താല്പര്യമില്ലെന്ന പോലെ ആൽഫിയുടെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. എൻ്റെ കുഞ്ഞ് എങ്ങനെ സഹിച്ചടാ നോവ്? അന്നേ നിനക്ക് അപ്പായിയോട് ചോദിക്കാമായിരുന്നില്ലേ? ആൽഫി വേദനയോടെ അവനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആദ്യം കേട്ടപ്പോൾ എനിക്ക് എല്ലാവരോടും വിഷമമോ ദേഷ്യമോ ഒക്കെ തോന്നിപ്പോയി. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ അപ്പായുടെ ജീവൻ തന്നെ ഞാനല്ലേ. ഞാൻ എന്തിന് വിഷമിക്കണം? എനിക്കൊരു പനി വന്നാൽ പോലും എൻ്റെ അടുത്ത് നിന്ന് മാറാത്ത, എവിടെയും എൻ്റെ മൂത്ത മകനാണ് ആദം എന്ന് അഭിമാനത്തോടെ പറയുന്ന എൻ്റെ അപ്പായി എൻ്റെയല്ലേ. അല്ലെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാലും വിശ്വസിച്ചാലും എനിക്കെന്താ എന്ന് തോന്നി. എൻ്റെ അപ്പായി ഓരോ ശ്വാസത്തിലും എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കത് മാത്രം മതി എന്ന് ഞാൻ ഉറപ്പിച്ചു. പിന്നെ ഈ കാര്യം എപ്പോഴായാലും അപ്പായി തന്നെ എന്നോട് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എൻ്റെ അപ്പായിയോ അമ്മയോ ഈ കാര്യം ഓർത്ത് വിഷമിക്കുന്നതോ കരയുന്നതോ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നോടിത് എങ്ങനെ പറയണമെന്ന് ഓർത്ത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അപ്പായും അമ്മയും വേദനിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ സങ്കടം അങ്ങ് മാറിയില്ലേ, അത് മതി. ആൽഫിയുടെയും അല്ലിയുടെയും കണ്ണുനീരിൽ കുതിർന്ന മുഖത്ത് ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എൻ്റെ കുഞ്ഞെ. അവനെ വാരിപ്പുണർന്നുകൊണ്ട് വിളിക്കുമ്പോൾ അപ്പനും മകനും ആർത്തു കരഞ്ഞു. കുഞ്ഞാപ്പു ഏറെ നേരത്തെ കരച്ചിലിനും പദം പറച്ചിലിനും ഒടുവിൽ സങ്കടങ്ങളൊക്കെ ഉരുകിയൊലിച്ചു പോയ ശേഷം ആൽഫി മെല്ലെ അവനെ വിളിച്ചു. അപ്പായുടെ വയറ്റി ചുറ്റിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. കുഞ്ഞാപ്പു മെല്ലെ കണ്ണു തുറന്നു നോക്കി. ആൽഫിയുടെ ചുമലിൽ മുഖം ചേർത്തിരിക്കുന്ന അല്ലിയും മുഖം തുടച്ച് നേരെ ഇരുന്ന് അവനെ നോക്കി. ഇതേക്കുറിച്ച് നിന്നോട് പറയുന്നത് ഓർത്താണ് ഞങ്ങളുടെ സങ്കടമെന്ന് നിനക്ക് എങ്ങനെയാടാ മനസ്സിലായത്? അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു കൊണ്ട് ആൽഫി തിരക്കി. വേറെ ഒരു കാര്യം എന്നോട് പറയാൻ നിങ്ങൾ രണ്ടാളും മടിക്കുകയോ വിഷമിക്കുകയോ ഇല്ലെന്ന് എനിക്കറിയാമല്ലോ. എൻ്റെ അമ്മയെയും അപ്പായും എനിക്ക് അറിയാത്തതൊന്നുമല്ലല്ലോ. രണ്ടാളെയും മാറി മാറി നോക്കിയവൻ. ഈ കാര്യം ആരാണ് അപ്പായുടെ മോനോട് പറഞ്ഞത്? അവൻ്റെ തലമുടിയൊക്കെ മാടി ഒതുക്കി ആൽഫി ചോദിച്ചു. അതിന് എന്തിനാ അപ്പായി ചോദിക്കുന്നേ? ആര് പറഞ്ഞാലും നമ്മളിപ്പോൾ ആ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇനി അതേക്കുറിച്ച് സംസാരിക്കേണ്ട. നമ്മൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ വെക്കേഷന് പോയപ്പോൾ നീ തൈവേലിക്കൽ കുടുംബത്തിലെ ആരുമല്ല. നിന്റെ അച്ഛൻ അരമന വീട്ടിലെ വിനോദ് പ്രഭാകറാണ്. അങ്ങോട്ട് പോകാൻ നോക്ക്, അല്ലാതെ ഈ തറവാട്ടിൽ കടിച്ചു തൂങ്ങിക്കിടക്കാതെ. എന്നുമൊക്കെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മാറ്റി നിർത്തി നിർമ്മല മമ്മി തന്നോട് പറഞ്ഞതോർത്തുകൊണ്ട് തന്നെ ആൽഫിയെ കെട്ടിപ്പിടിച്ച് കുഞ്ഞാപ്പു പറഞ്ഞു. നീ പറഞ്ഞില്ല എങ്കിലും എപ്പോഴെങ്കിലും ആ പറഞ്ഞ ആളെ എൻ്റെ മുന്നിൽ കർത്താവ് എത്തിക്കും കുഞ്ഞാപ്പു. അന്ന് ഞാൻ അവർക്ക് അതിനുള്ള മറുപടി കൊടുത്തേക്കാം. അവനെ പൊതിഞ്ഞു പിടിച്ച് കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ ആൽഫിയുടെ മനസ്സ് മുരണ്ടു. ചേട്ടായി, മതി ഉറങ്ങിയത്. ഉച്ചയാവാനായി. അമ്മ ഇനി വടിയുമെടുത്ത് വരും. കുഞ്ഞാപ്പുവിനെ തട്ടി ഉണർത്തിക്കൊണ്ട് മുന്നേ പറഞ്ഞു. ഉറക്കം മാറിയില്ല ചെക്ക. കണ്ണൊക്കെ ചിമ്മി തുറന്നുകൊണ്ട് കുഞ്ഞാപ്പു പറഞ്ഞു. ചേട്ടായി എപ്പോഴാ കിടക്കാൻ വന്നേ? ഞാനേ നോക്കിക്കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. മുന്നേ ചോദിക്കുമ്പോഴാണ് കുഞ്ഞാപ്പു അത് ഓർത്തത്. രാത്രി ഉറങ്ങുവോളം അപ്പായും അമ്മയും പുണർന്നു കിടന്നത് ഓർമ്മയുണ്ട്. വെളുപ്പിനെ അപ്പായി എടുത്തു കൊണ്ടുവന്ന് കിടത്തിയിരിക്കും. തെളിഞ്ഞ ചിരിയോടെ കുഞ്ഞാപ്പു ഓർത്തു. ഈ ചേട്ടായി എന്തിനാ ചിരിക്കുന്നേ? എഴുന്നേറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്കെല്ലാം പാക്ക് ചെയ്യാം. ഉണ്ണി ധൃതി കൂട്ടി. ഞാനൊന്ന് പല്ല് തേച്ച് ഫ്രഷായിട്ട് വരാമെടാ. പുതച്ചിരുന്ന ഷീറ്റ് വലിച്ചു മാറ്റി എഴുന്നേറ്റുകൊണ്ട് കുഞ്ഞാപ്പു പറഞ്ഞു. അവിടെ സെലിമമ്മയും അമ്മയും ഒക്കെ പാക്കിങ് തുടങ്ങി. നമ്മളാണ് ഒന്നും ചെയ്യാത്തത്. മുന്നേ പിണക്കത്തോടെ പറഞ്ഞു. അതൊക്കെ ചേട്ടായിക്കും നമുക്കും കൂടെ ഇപ്പോൾ ചെയ്തു തീർക്കാൻ അല്ലട ഉള്ളൂ. ഉണ്ണി ബെഡിലേക്ക് മറിഞ്ഞു വീണ് കിടന്ന് ഒരു ചിരിയോടെ പറഞ്ഞു. ആ, ചേട്ടായി വേഗം ചെന്ന് കഴിച്ചിട്ട് വായോ. അപ്പോഴേക്കും ഞങ്ങൾ ബാഗുകളൊക്കെ എടുത്തു വെക്കാം. ഫ്രഷായി ഇറങ്ങിയ കുഞ്ഞാപ്പുവിനോട് മുന്നേ വിളിച്ചു പറഞ്ഞു. ദാ വരുന്നടാ കുഞ്ഞന്മാരെ. ബെഡിൽ വാരി നിറച്ചിട്ട സാധനങ്ങളൊക്കെ നോക്കിയിരിക്കുന്ന കുറുമ്പന്മാരുടെ തലമുടി ഒന്ന് ഉലച്ചു വിട്ടുകൊണ്ട് പറഞ്ഞിട്ട് കുഞ്ഞാപ്പു അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചു. ഇവരെന്ത് ഇങ്ങോട്ട് വരുന്നേ? അവിടെയല്ലേ പിള്ളേരൊക്കെ പഠിക്കുന്നത്? അതുപോലെ ആൽഫിക്ക് അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞതല്ലേ അന്ന്. ഇനി ഇങ്ങോട്ട് പോന്നൂടെ എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടിപ്പോൾ ഓടിങ്ങ് വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ?
ആൽഫയും കുടുംബവും ഉടനെ നാട്ടിലേക്ക് തിരികെ വരുന്നതറിഞ്ഞ നിർമ്മല ഇഷ്ടക്കേടോടെ അലക്സിനോട് ചോദിച്ചു. അതെന്താ, ഇവിടെ സ്കൂളും ആശുപത്രിയും ഒന്നുമില്ലേ? അല്ലെങ്കിൽ എൻ്റെ പിള്ളേര് കണ്ണും വെട്ടത്ത് വന്ന് താമസിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസമില്ല. 15 വർഷമായി അവനങ്ങ് പോയിട്ട്. ഇനിയെങ്കിലും ഇങ്ങോട്ട് പോരാൻ തോന്നിയല്ലോ. അലക്സ് എന്തെങ്കിലും പറയും മുമ്പ് വിമലമ്മ പറഞ്ഞു. അല്ല, ഇനിയിപ്പോൾ ആ ചെക്കനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ തന്ത ഇവിടെ കയറി ഇറങ്ങി നടക്കുമല്ലോ എന്നോർത്ത് പറഞ്ഞതാണ്. നിർമ്മല കൂർത്ത മുള്ളും കൊണ്ട് കുത്തും പോലെ പറഞ്ഞു. നിർത്ത് നിർമ്മലെ, അവനെ അന്വേഷിച്ച് ആരും വരില്ല. അഥവാ വന്നാലും അതിനെന്താ വേണ്ടതെന്നൊക്കെ എൻ്റെ ആൽഫിക്കറിയാം. പിന്നെ കുഞ്ഞാപ്പു ആൽഫയുടെ കുഞ്ഞാണ്. ഇനി മേലിൽ നിന്റെ പുഴുത്ത നാവിൽ നിന്ന് മറ്റെന്തെങ്കിലും വന്നാൽ അന്നീ വിമല ആരാ നീ അറിയും. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവരെ നോക്കി പല്ല് ഞെരുമ്പി പറഞ്ഞിട്ട് വിമല മുറിക്കുള്ളിൽ കയറിപ്പോയി. നിനക്കെന്താ നിമ്മി പ്രശ്നം? എൻ്റെ മോൻ നിനക്കോ നിന്റെ മക്കൾക്കോ യാതൊരു ശല്യത്തിനും വരുന്നില്ല. പിന്നെന്താ? അതുപോലെ കുഞ്ഞാപ്പു അമ്മച്ചി പറഞ്ഞതുപോലെ അവൻ എൻ്റെ ആൽഫയുടെ കുഞ്ഞാണ്. അല്ലെന്ന് പറയാൻ ഇനി നിന്റെ നാവ് അനങ്ങിയാൽ ഈ അലക്സിൻ്റെ മറ്റൊരു മുഖം നീ കാണും, പറഞ്ഞേക്കാം. അരിശത്തോടെ പറഞ്ഞിട്ട് കസാര ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് അയാളും എഴുന്നേറ്റ് പോയി. അയാളുടെ ഭാവമാറ്റത്തിൽ പകച്ചൊരു നിമിഷം അനങ്ങാതെ നിന്നുപോയി നിർമ്മല. ഇതെന്താ ഇപ്പോൾ പെട്ടെന്ന് എല്ലാം മതിയാക്കി ഇങ്ങോട്ടൊരു വരവ്? നിത്യ അത്യാവശ്യം നന്നായി എങ്കിലും ഇത്തിരി കുശുമ്പ് കുന്നായ്മ ഉള്ളിൽ എവിടെയോ മറഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലിയൊക്കെ തിരികെ വന്നാൽ അവളുടെ സന്തോഷകരമായ ജീവിതമൊക്കെ കാണേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർത്താണ് ഈ ചോദ്യം. അതെന്താ അവർക്ക് ഇങ്ങോട്ട് വന്നൂടെ? അതോ അവളിനി ഇങ്ങോട്ട് വരില്ല എന്നെങ്ങാനും നിന്നോട് പറഞ്ഞിട്ടാണോ പോയത്? കയ്യിൽ വാരിയെടുത്ത ചോറുരുള അങ്ങനെ തന്നെ വെച്ച് അവളെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് ദീപു ചോദിച്ചു. അവൻ്റെ ചോദ്യം ഭാവം കൊണ്ട് അടുത്തു തന്നെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ബിന്ദുവും കണ്ണനും ചിരിയടക്കി പിടിച്ചു. അങ്ങനെയൊന്നുമില്ല ദീപുവേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. നിത്യ പെട്ടെന്ന് പറഞ്ഞിട്ട് അവന് കറി വിളമ്പി. നീ അല്ലിയുടെയോ ആൽഫയുടെയോ കാര്യത്തിൽ ഏത് വിധത്തിലെങ്കിലും നീ ഇടപെട്ടെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നീ ജീവനോടെ ഇരിക്കണോ എന്ന് ഞാനൊന്ന് ചിന്തിക്കും. കഴിപ്പ് മതിയാക്കി എഴുന്നേൽക്കുമ്പോൾ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് ചെവിയോരം ഉരുണ്ടു ദീപു. അന്ന് ഡാലിക്ക് പൈസ തിരികെ കൊടുത്ത് വന്നെന്ന് അവൻ തന്ന വേദനകൾ ഓർക്കെ നിത്യ ഇപ്പോഴും അത് അനുഭവിക്കുന്നത് പോലെ ഒന്ന് പിടഞ്ഞു. നീ എന്താ ആലോചിച്ച് നിൽക്കുക കഴിക്കാതെ? നിത്യയുടെ നിൽപ്പ് കണ്ട് ബിന്ദു തിരുക്കി. ആ, കഴിക്കാൻ പോവാണ്. നിത്യ കഴിച്ചു കഴിഞ്ഞു അടുക്കള ഒതുക്കി ഉമ്മർത്ത് വരുമ്പോൾ അമ്മയും മോനും കൊച്ചുമോനും കൂടെ കൊണ്ടുപിടിച്ച സംസാരത്തിലാണ്. അവളും അവർക്കരികെ നടപ്പടിയിലിരുന്നു. അമ്മ അല്ലിയുടെ കാര്യം ഇത്തവണയെങ്കിലും അവളോട് പറയുന്നില്ലേ? ദീപു ബിന്ദുവിനോട് ചോദിക്കുന്നത് കേട്ട് നിത്യ കാര്യം മനസ്സിലാകാതെ ഇരുവരെയും നോക്കി. എന്ത് പറയാനാണ് ദീപു? ആ കുടുംബത്തിൽ ഒരാളെങ്കിലും അവശേഷിച്ചു എങ്കിൽ പറയാമായിരുന്നു. ഇതിപ്പോൾ അവളെ വേദനിപ്പിക്കാൻ വേണ്ടി എന്തിനാ പറയുന്നത്? അവർ താല്പര്യമില്ലാതെ മെല്ലെ പറഞ്ഞു. അല്ലിയോട് പറയുന്നില്ലെങ്കിൽ വേണ്ടമേ, പക്ഷെ ആൽഫയോടെങ്കിലും പറയണം. ദീപു കർശനമായി പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി. അല്ലിയുടെ എന്ത് കാര്യമാണമ്മേ? നിത്യ ആകാംക്ഷയോടെ തിരക്കി. അത് അത്ര വലിയ കാര്യമൊന്നുമല്ല നിത്യേ. എങ്കിലും ഞാനത് ആദ്യം അവളോട് ആൽഫയോട് ഒന്ന് പറയട്ടെ, അത് കഴിഞ്ഞ് നിന്നോട് പറയാം. അവരും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് കയറിപ്പോയി. കണ്ണാ, എന്താടാ? നിന്റെ അച്ഛനും അച്ഛമ്മയും പറഞ്ഞത് അല്ലിയുടെ എന്ത് കാര്യമാണ് മോനെ? അമ്മയുടെ കൂടെ പറയടാ. നിത്യ അവൻ്റെ അരികിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് ചോദിച്ചു. അമ്മ അറിയേണ്ട കാര്യമായിരുന്നെങ്കിൽ അച്ഛനോ അച്ഛമ്മയോ പറയില്ലായിരുന്നോ? അവർ പറഞ്ഞില്ലല്ലോ, അപ്പം അമ്മ അറിയാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം അതെന്തായാലും ഞാനും പറയില്ല. അമ്മ പോയി കിടക്കാൻ നോക്ക്, നേരം ഒരുപാടായി. അവനും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഒറ്റ ഒരെണ്ണത്തിന് എന്നോട് സ്നേഹമില്ല, എല്ലാത്തിനും കൂറ് ആ അല്ലിയോടാണ്. സ്വയം തലയ്ക്കടിച്ചു പറഞ്ഞുകൊണ്ട് വാതിലും വലിച്ചടച്ച് നിത്യം അകത്തേക്ക് കയറിപ്പോയി. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നാട്ടിലൊന്ന് എത്തിയാൽ മതിയായിരുന്നു അല്ലേ ചേട്ടായി? മുന്നേ കുഞ്ഞാപ്പൂൻ്റെ മടിയിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. നിനക്ക് അവിടെ ചെന്ന് ആ തോട്ടിലും പറമ്പിലൊക്കെ കളിക്കാൻ പോവാനല്ലേ? ഉണ്ണി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. അപ്പായി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ചേട്ടായി? മുന്നേ സഹായത്തിന് കുഞ്ഞാപ്പൂനെ വിളിച്ചു. സ്കൂൾ ഓപ്പൺ ആവും വരെ നമുക്ക് അതൊക്കെ കണ്ടും കളിച്ചും കറങ്ങി നടക്കാം. അവൻ്റെ തലമുടിയിലൊന്ന് തലോടി കുഞ്ഞാപ്പു പറഞ്ഞു. നാളെ ഈ സമയം നമ്മൾ നാട്ടിലായിരിക്കും അല്ലേ ചേട്ടായി? അവിടെ പോയിട്ട് ഇവൻ പറഞ്ഞതുപോലെ അപ്പായും പൊക്കിക്കൊണ്ട് എല്ലായിടത്തും പോകണം. കുഞ്ഞാപ്പുവിൻ്റെ തോളിൽ ചാഞ്ഞു പറഞ്ഞ് ഉണ്ണിയും. ഉണ്ണിയുടെ ചോദ്യത്തിന് നേർമേലൊന്ന് മൂളി വിടുമ്പോൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞ ആ ഒരുവൻ്റെ മുന്നിൽ തൻ്റെ അപ്പായിയുടെ തോളോട് ചേർന്ന് ഒരു ദിവസം ചെന്ന് നിൽക്കണമെന്നായിരുന്നു കുഞ്ഞാപ്പു മനസ്സിൽ കുറിച്ചു വെച്ചത്. മുഖത്ത് വെളിച്ചം തട്ടിയപ്പോഴാണ് കുഞ്ഞാപ്പു കണ്ണു തുറന്നത്. കണ്ണൊന്ന് ചിമ്മിക്കൊണ്ട് അവൻ തൻ്റെ ഇടവും വലവും തന്നെ വരിഞ്ഞു മുറുക്കി കിടക്കുന്നവന്മാരെ നോക്കി. മുന്നൊരു കാലുയർത്തി കുഞ്ഞാപ്പുവിൻ്റെ വയറിൽ കയറ്റി വെച്ചിട്ടുണ്ട്. വലതുകൈ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഉണ്ണി കമിഴ്ന്നാണ് കിടപ്പ്.
എന്നാലോ ഇടതൈ കുഞ്ഞാപ്പൂവിനെ ചുറ്റിയിട്ടുണ്ട്. രണ്ടു ഭാഗത്ത് മുഖം തിരിച്ചു നോക്കി ചിരിയോടെ കുഞ്ഞന്മാരെ ഉണർത്താതെ എഴുന്നേറ്റ് ജനാലയ്ക്കൽ പോയി നിന്ന് ജനൽപ്പാളി മെല്ലെ തുറന്നു അവൻ. ഈ നാട്ടിലെത്തിയിട്ട് ആദ്യ പുലരിയാണിത്. ഇനി ഈ നാട് വിട്ട് എങ്ങോട്ടും പോകണ്ടെന്ന് അപ്പായിയോട് പറയണം. എനിക്ക് വേണ്ടിയാണ് ഇവിടെ ഉള്ളതൊക്കെ വിട്ട് ഞങ്ങളെയും കൊണ്ട് അപ്പായി ഈ നാട് വിട്ട് പോയത്. ഇനി എന്നും ഇവിടെ മതി. ചെറുചിരിയോടെ മുന്നിൽ കാണുന്ന പച്ചപ്പിലേക്ക് നോക്കി നിന്ന് കുഞ്ഞാപ്പൂ ഓർത്തു. ചേട്ടായി, നീ നേരത്തെ എഴുന്നേറ്റോ? എന്നിട്ടെന്താ ഉണ്ണിയെ വിളിക്കാഞ്ഞേ? പിന്നിൽ നിന്ന് കുഞ്ഞാപ്പൂവിനെ പുണർന്നുകൊണ്ട് ഉണ്ണി ചോദിച്ചു. നീ കൂർക്കം വലിച്ച് ഉറങ്ങുവല്ലായിരുന്നോ? അത് കണ്ടപ്പോൾ ഉറങ്ങിക്കോട്ടെ, ശല്യം ചെയ്യണ്ട എന്ന് കരുതി അവനെ പിടിച്ച് മുന്നിലേക്ക് നിർത്തിയിട്ട് കുഞ്ഞാപ്പൂ പറഞ്ഞു. നമുക്ക് മുന്നേ കൂടെ വിളിച്ച് ഫ്രഷായിട്ട് താഴേക്ക് പോകാം. ഇന്ന് ചിലപ്പോൾ തൈവേലിക്കൽ തറവാട്ടിലേക്ക് പോവും. അവനെയും കൂട്ടി മുന്നയുടെ അടുത്ത് വന്നിരുന്ന് അവനെ ഉണർത്താൻ ശ്രമിച്ചുകൊണ്ട് കുഞ്ഞാപ്പൂ പറഞ്ഞു. അമ്മ എന്താ എന്നെ ഒറ്റയ്ക്ക് കാണണം എന്ന് പറഞ്ഞത്? ആൽഫ് നാട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവനെ ഒറ്റയ്ക്ക് ഒന്ന് കാണണമെന്ന് ബിന്ദു പറഞ്ഞിരുന്നു. അതനുസരിച്ച് കാണാൻ വന്നതാണ് ആൽഫി. എനിക്ക് പറയാനുള്ളത് അല്ലയുടെ കാര്യമാണ് മോനെ. ബിന്ദു അല്പം നേരത്തെ ആലോചനയ്ക്ക് ശേഷം പറഞ്ഞു. എമിയുടെ കാര്യമോ? അവളുടെ എന്ത് കാര്യം? അവരുടെ മുഖത്തെ വല്ലായ്മ കണ്ട ആശങ്കയോടെ ആൽഫി തിരക്കി. അത് മോനെ അല്ലി, അവളുടെ ജന്മം, അവളുടെ അച്ഛനമ്മമാർ, തറവാടൊക്കെ ഞാൻ അറിഞ്ഞു. പറഞ്ഞിട്ട് ബിന്ദു അവന്റെ മുഖത്തേക്ക് നോക്കി. എങ്ങനെ അറിഞ്ഞു? ഇത്രയും കാലം കഴിഞ്ഞ് ആരാണ് പറഞ്ഞത്? ആൽഫി വെപ്രാളത്തോടെ അവരെ നോക്കി. കുറച്ചു ദിവസം മുമ്പ് ഞാൻ മുട്ട ഓപ്പറേഷൻ ചെയ്തില്ലേ? ആ സമയത്ത് ഉദയേട്ടൻ്റെ ഒരു കൂട്ടുകാരനെ അവിടെ വെച്ച് കണ്ടിരുന്നു. എവിടെ? എറണാകുളത്ത് വെച്ചോ? ബിന്ദു പറഞ്ഞത് കേട്ട് അന്ന് അവരെ കാണാൻ താനയുമ്മയും ബാംഗ്ലൂരിൽ നിന്ന് വന്നതോർത്ത് ആലോചനയോടെ അവൻ തിരക്കി. അവിടെ വെച്ചു തന്നെ. ആദ്യം അയാൾക്ക് എന്നെ മനസ്സിലായില്ല. പിന്നെ ദീപു എന്തോ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ ഞങ്ങൾ കൃഷ്ണപുരത്ത് പണ്ട് താമസിച്ചിരുന്ന കാര്യം പറഞ്ഞു. പിന്നെ പരിചയം പുതുക്കി പറഞ്ഞു വന്ന കൂട്ടത്തിൽ അയാളാണ് അലിയുടെ വീട്ടുകാരെ കുറിച്ചൊക്കെ പറഞ്ഞത്. അയാൾക്ക് അറിയാമായിരുന്നു ഉദയേട്ടൻ മോളെ കൊണ്ട് വന്നതൊക്കെ. അവളെ ഏത് അനാഥാലയത്തിലാണ് ഉദയേട്ടൻ ഏൽപ്പിച്ചത്? അത് എവിടെയാണ്? പിന്നീട് ആ മോളെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ അയാൾ ഇങ്ങോട്ട് ചോദിച്ചു. അല്ലിമോളെ കിട്ടുന്ന സമയം ഉദയേട്ടൻ്റെ ഒപ്പം ശിവൻചേട്ടനും ഉണ്ടായിരുന്നു എന്ന്. പിറ്റേന്ന് ഉദയേട്ടൻ്റെ കാറ് ആക്സിഡന്റ് ആയപ്പോഴും ഇയാളും ഉണ്ടായിരുന്നു. ഒരു കാൽ നഷ്ടമായി പോയെന്ന്. അതുകൊണ്ടാവും അല്ലി ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നതെന്ന് അയാൾ അറിയാതിരുന്നത്. എന്തിനാ അമ്മ അതൊക്കെ പറയാനും ചോദിക്കാനും പോയത്? ഇനി അവളെ അന്വേഷിച്ച് ആരൊക്കെ വരുമെന്ന് ഓർത്തുകൂടെ ഞാൻ ടെൻഷൻ അടിക്കണ്ടേ? ആൽഫി വല്ലായ്മയോടെ പറഞ്ഞു. എൻ്റെ മോളെ അന്വേഷിച്ച് ആരും വരില്ല ആൽഫി. ആ ഇല്ലം പോലും ഇന്നില്ല. തീ വെച്ച് നശിപ്പിച്ചു കളഞ്ഞു. എല്ലാവരും മരിച്ച് മണ്ണിടിഞ്ഞു പോവുകയും ചെയ്തു. ആ ഇല്ലം ഇരുന്ന സ്ഥലം അവകാശികളില്ലാത്തതിനാൽ സർക്കാർ അഗതി മന്ദിരം പണിയാൻ തുടങ്ങിയെന്ന് ആൽഫിയുടെ വിഷമം കണ്ട് ബിന്ദു പറഞ്ഞു. അമ്മ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? ഒരു ഇല്ലം മുഴുവൻ അങ്ങ് നശിച്ചു പോയെന്നോ? ഒരാൾ പോലും ഇല്ലാതെ മരിച്ചു മണ്ണിടിഞ്ഞു പോയെന്നോ? ചോദിക്കുമ്പോൾ അവൻ്റെ ഒച്ച സ്വല്പം ഉയർന്നിരുന്നു. എൻ്റെ ആൽഫി, ഞാനൊന്ന് പറഞ്ഞോട്ടെ? ചിത്തിരപുരം ഇല്ലം നീ കേട്ട് കാണാൻ വഴിയില്ല. പക്ഷേ ഉദയേട്ടൻ്റെ ഒപ്പം ഞങ്ങൾ എറണാകുളത്ത് താമസിച്ചിരുന്നതിനടുത്താണ് ഈ ഇല്ലം. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനായ ഒരു നാലുകെട്ട്. ദാരിദ്ര്യവും രോഗദുരിതവും ഒക്കെയായി ഒരച്ഛനും അമ്മയും 35-ലും വിവാഹിതയാവാത്ത സുന്ദരിയായ ഒരു മകളുമായിരുന്നു ആ ഇല്ലത്തിലെ സ്ഥിരം താമസക്കാർ. അവർക്ക് വേറെ മക്കളൊന്നും ഉള്ളതായി അന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ആ മകളുടെ പേര് നന്ദിനി എന്നോ മറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നു. അവരുടെ അച്ഛനെയും അമ്മയും തീരെ വയ്യാതെ ആകുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഉദയേട്ടൻ്റെ കാറ് ഓട്ടം വിളിക്കും അവർ. അങ്ങനെ പോയിട്ട് വന്നൊരു ദിവസം ആ നന്ദിനി ഗർഭിണിയാണ് എന്ന് ഉദയേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. 7 8 മാസമായിട്ടുണ്ടാകും. ആരെ ചതിച്ചതാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ ഓർമ്മ എനിക്കുണ്ട്. എന്നിട്ട്? ആൽഫി തിരക്കി. എന്നിട്ട് എന്താവാൻ? ആ തന്തയും തള്ളയും മോൾക്ക് പേറ്റുനോവ് വന്നപ്പോഴാണ് അറിഞ്ഞത് എന്നവർ ഗർഭിണിയാണെന്ന്. അതറിഞ്ഞ നിമിഷം അവരുടെ അച്ഛൻ മണ്ണെണ്ണയൊഴിച്ച് വീടിന് തീയിടുകയായിരുന്നു എന്ന്. എങ്ങനെ പുറത്തേക്ക് എഴിഞ്ഞു വന്ന ആ സ്ത്രീ മുറ്റത്ത് കിടന്നാണ് പ്രസവിച്ചത്. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അതുവഴി വന്ന ഉദയേട്ടൻ തന്നെയാണ് പൂക്കൾക്കൊടി പോലും മുറിച്ച് കുഞ്ഞിനെ കയ്യിൽ എടുത്തത് എന്ന് ആണ് അയാൾ പറഞ്ഞത്. കുഞ്ഞിനെ ഒന്ന് നോക്കി അല്ലിമ എന്ന പേരും പറഞ്ഞു കൊടുത്ത് ഏതെങ്കിലും അനാഥാലയത്തിൽ കുഞ്ഞിനെ സുരക്ഷിതമായി എത്തിക്കണമെന്നും അവർ പറഞ്ഞു പോലും. കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ച് തിരികെ ഓടിച്ചെല്ലുമ്പോൾ ആ സ്ത്രീയും കത്തിക്കൊണ്ടിരുന്ന ആ ഇല്ലത്തിനകത്തേക്ക് പോയിരിക്കാം. പിറ്റേന്ന് 3 കരിഞ്ഞ ദേഹം കിട്ടിയെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അന്നാണ് അപകടത്തിൽ ഉദയേട്ടനും പോയത്. ബിന്ദു മുഖം അമർത്തി തുടച്ചുകൊണ്ട് കിതപ്പോടെ പറഞ്ഞു നിർത്തി. അമ്മ ഇതൊന്നും ഇനി ഈമയോട് പറയണ്ട. ഇത്രയും കാലം അവളൊന്നും അറിയാതെ ജീവിച്ചില്ലേ? ഇനിയും അത് മതി. ഉറച്ചൊരു തീരുമാനം പോലെ ആൽഫി പറഞ്ഞു. എന്നെങ്കിലും അവളിതൊക്കെ അറിഞ്ഞാലോ മോനെ? ബിന്ദുവിന് സംശയമായി.
എങ്ങനെ അറിയാൻ? അമ്മയല്ലേ പറഞ്ഞത് ആ ഇല്ലത്തിനി ആരും അവശേഷിക്കുന്നില്ല. ആ സ്ഥലം പോലും ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തു എന്ന്. പിന്നെ ഇനി ആര് വരാൻ? വരാനാണെങ്കിൽ അവളുടെ അച്ഛൻ എന്നൊരാൾ ഉണ്ടല്ലോ, അയാളേ ഉള്ളൂ. എന്തായാലും അതൊരു നേരായ ബന്ധമാവില്ല. ആണെങ്കിൽ ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് ആ വ്യക്തി അന്വേഷിക്കേണ്ടതല്ലേ? എന്തായാലും ഈ കാര്യങ്ങൾ ഇനി ഒരാൾ അറിയരുത്. ആൽഫി അല്പം ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. ഇല്ല മോനെ, എനിക്കും ദീപുവിനും കണ്ണനും മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ നിനക്കും, ബിന്ദു ഉറപ്പോടെ പറഞ്ഞു. ദീപുവിനോട് അമ്മ പറയണം, നിത്യ പോലും അറിയണ്ട എന്ന്. കണ്ണൻ പറയില്ലെന്ന് എനിക്കറിയാം, ആൽഫി പറഞ്ഞു. അവൻ പറയില്ല, എന്നോട് പോലും അവൻ ഇങ്ങോട്ട് പറഞ്ഞു നിത്യ അറിയണ്ട എന്ന്. ബിന്ദു പറഞ്ഞത് അവനൊന്ന് മൂളിയതേ ഉള്ളൂ.